എവിടെയൊക്കെ ഇവിടെയൊക്കെ കിട്ടുവാണെങ്കിൽ ഇവിടെയൊക്കെ വല്ല മാനസിക രോഗ കേന്ദ്രത്തിൽ വേണം പറഞ്ഞുകൂടെ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണ് നടക്കുന്നത്? എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്ക്. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം മൂടിയത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 2025 തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ തലമറയ്ക്കുന്ന വാർത്തകളല്ലാതെ മറ്റൊന്നുമില്ല. കൊല്ലും കൊലയും കൊലപാതകവും ആത്മഹത്യയും ലഹരിയും എന്തൊക്കെയാണെന്നറിയത്തില്ല. നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് പോലും നമുക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുള്ള വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോകുന്ന അനിയത്തിയുടെ ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോ പുറത്തു വന്നിരിക്കുന്നതാണ് ഭയങ്കര രസം. ഒരു ഉളുപ്പുമില്ലാതെ രണ്ടും കൂടെ ലൈവ് ഇട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇഷ്ടപ്രകാരം പോവുകയാണ്, ഒരാൾ ഞങ്ങൾ അന്വേഷിച്ച് വരരുതെന്ന്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണേ. സ്വന്തം ചേച്ചിയുടെ ഭാര്യ കൊണ്ട് പോവുകയാണ്, എന്നിട്ട് നാട്ടുകാരോട് പറയാണ് ആരും ഞങ്ങളെ അന്വേഷിച്ച് വരരുതെന്ന്. എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം. വർഷങ്ങളോളം ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, മാത്രമേ അറിയുള്ളൂ. ഒന്നുമില്ലാണ്ട് എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ ഞങ്ങൾ ഏട്ടനുള്ളത്. അത് ഞങ്ങൾ പോയിക്കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ അങ്ങനെ വരരുത്. വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. പിന്നെ ഏട്ടൻ പല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ. അപ്പോൾ ഇവരുടെ ഈ ലൈവ് കാണുന്ന കേരളത്തിലെ മുഴുവൻ ആളുകളെ ക്ഷമിച്ചേക്കണേ. കാരണം അവർക്ക് വേറൊരു വഴിയില്ലായിരുന്നു. അവിടെ വീട്ടിൽ കല്യാണാലോചന വന്നു, നിർബന്ധിച്ച് പിടിച്ച് കെട്ടിക്കാൻ പോവാണ്. കല്യാണം നടക്കും എന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായിട്ടൊക്കെ നാട് വിട്ടു. എന്നിട്ട് ഒരു ഉളുപ്പില്ല പറയാണ് ഞങ്ങൾക്ക് വേറൊരു രക്ഷയില്ല, കാരണം എനിക്ക് ഏട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ നാട് വിടുകയാണ്. അതുകൊണ്ടല്ല ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം, ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. പോയി കഴിഞ്ഞാലേ ഞങ്ങൾ അന്വേഷിക്കാനും പിടിക്കാനൊന്നും ആരും പുറകെ വരരുതെന്ന്. നിന്റെയൊക്കെ പുറകെ ആര് വരാനാണെങ്കിൽ ആ പാവം ചേച്ചിയും 2 മക്കളും അല്ലേ, 2 മക്കളല്ലേ, ആ ഒരു കുടുംബമേ ഉള്ളൂ. അവർക്ക് അവരുടെ സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ടത്. അവരൊരു പക്ഷേ വന്നേക്കാം, അതല്ലാതെ വേറെ ആര് വരാനാ? എവിടെയെങ്കിലും പോയി ജീവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്, വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. എന്തൊരവസ്ഥ നോക്കണം, അവസ്ഥയല്ല എന്തൊരു ധൈര്യം നോക്കണേ. രണ്ടും കൂടെ പോയിട്ട് ലൈവ് വീഡിയോ ഇട്ടിട്ട് പറയുകയാണ് ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത്, അതിനുവേണ്ടിയാണ് ഈ ലൈവ് വന്നേക്കുന്നത്. കൊള്ളാം. സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെയും കൊണ്ട് ഇവള് പോയിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നങ്ങളും വരരുതെന്ന്, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാമെന്ന്. ദേശം ഉളുപ്പ് വേണ്ട രണ്ടിനും. നിങ്ങൾ പോയാൽ പോരെ. എന്തിനാണ് ലൈവ് ഇട്ട് നാട്ടുകാരെ മുഴുവൻ കാണിക്കുന്നത് ഞാൻ ചേച്ചിയുടെ ഭർത്താവുമായിട്ട് ഒളിച്ചോടി പോവാണെന്ന്? ഇവിടെയൊക്കെ കിട്ടുവാണെങ്കിൽ ഇവിടെയൊക്കെ വല്ല മാനസിക രോഗ കേന്ദ്രത്തിൽ വേണം പറഞ്ഞുകൂടെ. പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്, വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ചേട്ടനില്ലാതെ എനിക്കങ്ങ് ജീവിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ഇഷ്ടത്തിലാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ പാവം ചേട്ടൻ തളർന്ന തോളാലോട്ടൊക്കെ വീഴുന്നുണ്ടോ? ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്, വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. അയ്യോ ഉമ്മടുപ്പ് കണ്ടിട്ട് എന്താ സ്നേഹം. ലൈവിലിരുന്ന ഉമ്മ കൊടുപ്പൊക്കെ കണ്ടോ? നിങ്ങൾ നാലോചിച്ച് നോക്കണേ. ഇവളുടെ ചേച്ചിയും മക്കളും ഇരുന്ന് കാണുമ്പം അവരുടെ അവസ്ഥ നാലോചിച്ച് നോക്കി. ഇവക്ക് പ്രേമിക്കാൻ കേരളത്തിൽ വേറെ ആമ്പിളാരൊന്നും ഇല്ലായിരുന്നോ? ആകെ ഉടനെ ചേച്ചിയുടെ ഭർത്താവായിരുന്നു. ഇനി ആ പാവം ചേട്ടനോടെ സംസാരിക്കുന്നത് കേട്ട് നോക്കണേ. എന്തൊരു സങ്കടത്തോടെ വിങ്ങിപ്പൊട്ടിയാണ് പറയുന്നത്, അതൊന്ന് കേട്ട് നോക്കണം. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ അവരോടും പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളയിലുണ്ട്. ഈ തെളിവും അവളയിൽ തന്നെ കിട്ടുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും തിരിച്ചു വരും, എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട്. എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഞാൻ വരും. ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചോട്ടെ. എവിടെയെല്ലാം എനിക്ക് പറ്റില്ല. ഒരു ഭാര്യയുണ്ട്, 2 മക്കളുമുണ്ട്. അവൻ പറയുന്നത് കേട്ടോ, ഞങ്ങൾ അന്വേഷിച്ച് വരരുത്, ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചോട്ടെ എന്ന്. ഈ സെന്റിമെന്റ്സ് മാത്രമല്ല കേട്ടോ, ഇടയ്ക്കൊരു മാസ്റ്റർ ഡയലോഗ് കൂടെ നിങ്ങൾ കേട്ടായിരുന്നോ? ഞാൻ തിരിച്ചു വരും, എനിക്ക് തിരിച്ചു വന്നിട്ട് 2-3 എണ്ണത്തെ കൂടെ കൊണ്ടുപോകാനുണ്ടെന്നോ. ഇനി ഈ പുള്ളിയുടെ ഭാര്യയ്ക്ക് 2-3 അനിയത്തിമാരോടുണ്ടോ?
പിന്നെ ആരെയാണ് ഉദ്ദേശിച്ചാണ് പറഞ്ഞ് ഈ 2-3 എണ്ണത്തെ കൂടെ കൊണ്ടുപോകാനുണ്ടെന്ന്. അപ്പോഴെന്തായാലും ആ ഒരു ക്ലൈമാക്സ് കൂടെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ വൈറൽ ന്യൂസുകൾ. 2025 കേൾക്കാൻ കൊള്ളുന്ന ഒരൊറ്റ നല്ല വാർത്ത ഉണ്ടായിരുന്നില്ല. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.